നീലക്കുറിഞ്ഞി പൂത്തതാണ്. ഫോറസ്റ്റുകാരെ ഇറങ്ങാൻ പറയുന്നത്. അവർ പടക്കം പിടിച്ചവിടെ ആന വന്നിട്ട് ആന എങ്ങാനും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാവും. റിസർവ് ഫോറസ്റ്റാ ഇത്. നമ്മൾ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. സ്ട്രോബിലാന്തസ് കുന്തിയാന പറിച്ച് കൈ പിടിച്ച് പോകുന്നുണ്ട്. ഇത് നീലഗിരി കുന്നില് നീലക്കുറിഞ്ഞി പൂത്തതാണ്. ഈ മല മുഴുവൻ, ഈ കുന്നുകൾ മുഴുവൻ ഇപ്പോൾ നീലഗിരി കുന്നിൽ മുഴുവൻ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുകയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഈ കാഴ്ചയുടെ ഈ ഒരു സൗകുമാര്യം ഇതിനി ഈ പ്രദേശത്ത് അടുത്ത 12 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കിട്ടും. 12 വർഷത്തിലൊരിക്കലാണ് ഒരു കുന്നിൽ നീലക്കുറിഞ്ഞി പൂക്കാറ്. അതുപോലെ തന്നെ വയനാട് തിരുപ്പതി വരുന്നവർക്കൊക്കെ നാടുകാണി എത്തിയിട്ട് ഗൂഡല്ലൂർ മരപ്പാലം കഴിഞ്ഞ ഉടനെ ഒരു കുന്നിലാണ്. അവിടുന്ന് ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തൂടെ മേലോട്ടൊരു വഴിയുണ്ട്. ഇപ്പോൾ അവിടെ ഫോറസ്റ്റുകാരൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. നമ്മൾ ഈ കുന്നിലേക്ക് കയറാനൊന്നും സമ്മതിക്കുന്നില്ല. താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണാം. ഈ തൊട്ടടുത്ത കുന്നുകളിലൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാതെ കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് വെച്ചാൽ ഊട്ടി പോകുന്ന വഴിയിലുള്ള സൂചിപ്പാറ ഉണ്ട്. അവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. കുടലൂർ കാണാനൊക്കെ പറ്റിയ വ്യൂ പോയിന്റ്. അതിൻ്റെ തൊട്ടടുത്തൊക്കെ ഇതുപോലെ കുന്നുകളിലൊക്കെ നീലക്കുറിഞ്ഞി പൂത്ത് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആകുമ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയാൽ കുറേ കാണാം. ഇവിടേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആനയ്ക്കുള്ള സ്ഥലമാണ്. സൂക്ഷിച്ച് വരിക, പ്രകൃതി കാണാം. ഒക്കെ നല്ല ക്രൗഡാണ്, തിരക്കാണ്. എങ്കിലും ചിലരൊക്കെ മിക്ക ആളുകളും നീലക്കുറിഞ്ഞി ഇങ്ങനെ പറിച്ച് കൈ പിടിച്ച് പോകുന്നുണ്ട്. ഇത് ഫോറസ്റ്റുകാർ അത് പ്രശ്നമാണ്. ഇങ്ങനെ പറിക്കാനൊന്നും പാടില്ല. ക്രൗഡുണ്ടാകുമ്പോൾ കുറച്ച് ആളുകളൊക്കെ പറിച്ചു പോകുന്നത് ചിലപ്പോൾ അവലംബിച്ചേക്കാം. പക്ഷെ ഒറ്റപ്പെട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ വലിയ ഫൈനൊക്കെ ഇതാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ക കുറെ ദൂരം ആന ആണോ? ആ, ഇത് സ്ഥലത്തിന് എന്താ പേര് പറയാ? RF റിസർവ് ഫോറസ്റ്റാ. ഇത് സ്ഥലത്തിന് പേരുണ്ടോ? അമ്പലക്കാട് അല്ലേ? ആ, 1300-നും 2400-നും മീറ്റർ ഉയരത്തിൽ നിത്യഹരിത വനങ്ങളിലാണ് സാധാരണ നീലക്കുറിഞ്ഞി പൂക്കാറുള്ളത്. ഇവിടെ നമ്മളെ നീലഗിരി കുന്നിൽ, ഊട്ടി, പഴനി കുന്നുകളിൽ, അതുപോലെ തന്നെ പള്ളിപ്പടി അമ്പലക്കാട് ശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. റിസർവ് ഫോറസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, ഇവർ പടക്കൊക്കെ പൊട്ടിച്ച് ആനനെ തുരത്തുന്നത്. ഇത്രയും ജനങ്ങളുണ്ട്. അങ്ങനെ ആനകൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. നമ്മൾ ഓടി രക്ഷപ്പെടാനൊന്നും കഴിഞ്ഞു. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ ആണ് നീലക്കുറിഞ്ഞി അറിയപ്പെടാറുള്ളത്. 12 വർഷത്തിലൊരിക്കൽ ഇതിപ്പോൾ പൂത്ത് കിടക്കുകയാണ്. ഇത് ഏകദേശം 30 മുതൽ 40 മീറ്റർ വരെ ഉയരത്തിലാണിത് വളരുക. അത് വളർന്നു കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ ഉണങ്ങും. ഇതിൻ്റെ വിത്ത് ഇതേ മലയിൽ ഇവിടെയൊക്കെ തന്നെ പാകിയിട്ടിട്ട് ഈ ചെടികളൊക്കെ നശിച്ചു പോകും. പിന്നീട് അടുത്ത 12 വർഷമാകുമ്പോഴത്തേക്കാണ് ഇവ വീണ്ടും വളർന്ന് പുഷ്പിക്കാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഇത് വരാൻ കാരണവും. എൻഡമിക് സ്പീഷീസിൽ പെടുന്ന ചെടി ആയിട്ട്, കുറ്റിച്ചെടിയായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. യുനെസ്കോ ഒക്കെ ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരെ ഇറങ്ങാൻ പറയുന്നത്. അപ്പോൾ ആ കുന്നൊക്കെ അതിൻ്റെ മേലെ കണ്ടോ, അവർ പടക്കം പിടിച്ചവിടെ ആന വന്നിട്ട് ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടോ, അവർ ഫോറസ്റ്റുകാർ അവിടെ പടക്കം പൊട്ടിച്ചിട്ട് അങ്ങനെ തുരത്താനുള്ള പരിപാടി. കാരണം അത്രയും
ജനങ്ങളാണ്. ആനയെങ്ങാനും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാവും. ആനക്കൂട്ടങ്ങൾ അവിടെ ഉണ്ട്. ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ ഞങ്ങളോട് ഇറങ്ങാൻ പറയാൻ ഈ നീലഗിരി കുന്നിൽ ഏകദേശം നമുക്കറിയാലോ, നിത്യഹരിത വനങ്ങളിൽ ചോല വനങ്ങൾക്ക് അടുത്തുള്ള കുന്നുകളിലാണ് സാധാരണ നീലക്കുറിഞ്ഞി പൂക്കാറുള്ളത്. അടിപൊളിയായിട്ട് മക്കൾ പറിച്ചു വെച്ചാണ്. ഫോറസ്റ്റുകാരെ കണ്ടാൽ ചിലപ്പോൾ ചീത്ത പറയുകയൊക്കെ ചെയ്യായിരിക്കും. എന്നാലും കുട്ടികളൊക്കെ എല്ലാവരും പറിക്കുന്നുണ്ട്.